പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ ദിവസം മത്തായി അറിയിച്ച കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യം. St. Matthew's Gospel, chapter 8, verses 14 and 15. ഈശോ പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സ്നേഹസ്പർശനം മനുഷ്യന് സൗഖ്യം നൽകുന്നതാണ്. ചെറുപ്പത്തില് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മച്ചിയുടെ അടുത്തെത്താനുള്ള വലിയ ദാഹം ഉണ്ടായിരുന്നു. ഓടി വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ, അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു സന്തോഷം, ആശ്വാസം. സ്കൂളിലെ അപരിചിത്വമൊക്കെ അവിടെ മാറി. ഈ ഫീൽ അറ്റ് ഹോം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈശോയ്ക്ക് അവളെ തൊടാതെ തന്നെ സുഖപ്പെടുത്താമായിരുന്നു. അല്ല, ഈശോ അവളെ സ്പർശിച്ചു, അവൾ സുഖം പ്രാപിക്കുകയാണ്. ഈ സ്നേഹസ്പർശനം കൊടുക്കേണ്ടവരായി നമ്മുടെ കുടുംബത്തിൽ ധാരാളം പേരില്ലേ? കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ചിലരെങ്കിലും. പറയുന്നതിൽ ക്ഷമിക്കണം, ഭർത്താവും ഭാര്യയും 2 മുറികളിലാണ് ഉറങ്ങുന്നത്. പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവാം. എന്നാൽ അവിടെ ദൈവം ആഗ്രഹിച്ചതാണ് ആ സ്നേഹസ്പർശം. അത് കൊടുക്കുന്നതിൽ നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി നാം പെരുമാറുകയാണ്. അതിലൊരിക്കലും ഇടവരരുത്. കർത്താവിന്റെ സ്നേഹസ്പർശനം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവർ പരസ്പരം അത് നൽകുമ്പോൾ വലിയ സ്നേഹത്തിന്റെ ഒരു നിറമായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഈ സ്നേഹസ്പർശനം സൗഖ്യമേകുന്നതാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.